നോക്കി കാര്യം നിങ്ങളുടെ ഇക്കാന്റെ ഭാര്യയൊക്കെ തന്നെ. അത് പറഞ്ഞിട്ട് നമ്മൾ തന്നെ എത്ര മാസമായി അവന്റെ ചെലവുകളും കൂടി നോക്കണത്. ഇക്കാക്കാരെ ജോലി പോയത് കൊണ്ടല്ലേ. അത് പുതിയൊരു ജോലി എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കണം പാവം. എന്തെങ്കിലും ഒരു ജോലി ശരിയായി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. നീ ഇതിന് ഒന്നും മുണ്ടാണ്ടിരിക്കണ്ട. ഇങ്ങനെ പോയി എങ്ങനെയാണ്? നമുക്ക് കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്യണ്ടേ? മുമ്പൊക്കെ രണ്ടുപേരും കൂടി ചെലവ് നോക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കുറച്ചെങ്കിലും പൈസ ബാക്കി ഉണ്ടായിരുന്നു. ഇതിപ്പോ എന്തെങ്കിലും അഡീഷണൽ ചെലവ് വന്നതിന് പിന്നെ തീരെയില്ല പൈസ. എന്നാ പിന്നെ എന്തെങ്കിലും സ്വർണ്ണം ഉണ്ടോ നിങ്ങളുടെ ഇക്കാക്കാന്റെ ഭാര്യന്റെ അടുത്ത്? അതുമില്ല. അവന്റെ കുട്ടികളുടെ പഠിത്തവും അവന്റെ കുട്ടികളുടെ ചെലവുകളും എല്ലാം നമ്മൾ നിന്ന് നോക്കണം. ഇങ്ങനെ പോയി എങ്ങനെയാണ്? ഇതിനൊക്കെ ഇത്തിരി ലിമിറ്റ് ഇല്ലേ? ഞാനും കുറെ ആയി ക്ഷമിക്കുന്നത്. ഇന്നൊന്നും ശരിയാവില്ല കേട്ടോളൂ. എന്തെങ്കിലും കാര്യം തീരുമാനിച്ചോളി. എന്ത് കാര്യമാണ് തീരുമാനിക്കേണ്ടത്? നിന്റെ ഇങ്ങനത്തെ സ്വഭാവമേ അവരറിയാൻ നിൽക്കണ്ട കേട്ടാ. മുണ്ടാണ്ടിരുന്നു വായിച്ചിട്ട്. ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ആ സബി, നീ വന്നാ ഞാൻ നിന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഇത്തിരി ഒന്ന് തേങ്ങ ചിരവി തരുമോ? ഞാൻ അപ്പോഴേക്ക് ഉപ്പേരി ആക്കട്ടെ. ഇപ്പൊ തന്നെ നോക്ക്, സമയം 12:30 ഉമ്മക്ക് ചോറ് കൊടുക്കണ്ടേ കറക്റ്റ് സമയത്തിന്? ഉമ്മക്ക് ഷുഗറൊക്കെ ഉള്ളതല്ലേ. പിന്നെ പോരാത്തിന് നിറയെ പാത്രങ്ങൾ കഴുകാറുണ്ട്. പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിക്കോളാം. ഇതൊക്കെ പിന്നെയും കഴുകുക, കുറെ ഉണ്ടല്ലോ. ആദ്യം കൂട്ടാൻ വെക്കട്ടെ. നീ ഒരു കാര്യം ചെയ്യുക, ഇത്തിരി തേങ്ങ മാത്രം ചിരവി തന്നാ മതി. ഇത്താത്തൊക്കെ ഞാൻ തേങ്ങ ചിരവി എന്താണ്? ഇനിയിപ്പോ അടുക്കള പണിയിലും ഞാൻ സഹായിക്കണ? എല്ലാ പണികളും നിങ്ങൾ തന്നെ ചെയ്താൽ മതി. ഞാൻ ഇനി ഇവിടെ ഒരു പണിയും ചെയ്യില്ല. എന്താ പിന്നെ ഇനി പണികളും കൂടി ഞാൻ ചെയ്യണ? എന്താ പിന്നെ നിങ്ങളുടെ ചെലവുകളൊക്കെ ഞങ്ങൾ തന്നെയല്ലേ നോക്കണത്. അപ്പൊ ഇത്തിരി അടുക്കളപ്പണി കൂടുതൽ ചെയ്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്റെ കെട്ടിയവൻ സമ്പാദിക്കുന്ന പൈസയും കൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ കെട്ടിയവനും കുട്ടികളൊക്കെ ജീവിക്കണത്. സബി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്? ഇക്ക ജോലി ചെയ്ത് കമ്പനി പൂട്ടിയത് കൊണ്ടല്ലേ ഇക്ക ജോലിക്ക് പോവാത്തത്. ഞാൻ നിന്നെ എന്റെ സ്വന്തം അനിയത്തിനെ പോലെ കണ്ടിട്ടുള്ളൂ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഓ, അനിയത്തിനെ പോലെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാര്യം എളുപ്പമായല്ലോ അല്ലെ? എനിക്കറിയാം നിങ്ങളുടെ ഐഡിയ ഒക്കെ. എന്നെ അനിയത്തിനെ പോലെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും പറയില്ല എന്ന് അങ്ങോട്ട് വിചാരിക്കുകയൊന്നും വേണ്ട. എനിക്ക് തോന്നിയത് ഞാൻ എന്താണെന്ന് വെച്ചാൽ മനസ്സിലുള്ളത് ഓപ്പൺ ആയിട്ട് പറയും. ഇവിടെ ഈ വീട്ടിൽ എന്താ ഒരു ചിലവാണ്? നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും കുട്ടികളുടെയും ഒക്കെ ഞങ്ങൾ തന്നെയല്ലേ നോക്കണത്. എൻ്റെ കെട്ടിയത് സമ്പാദിച്ചു കൊണ്ടുവന്നതെന്ന് ഇപ്പോൾ ഒരു പൈസ പോലും എൻ്റെ അടുത്ത് മിച്ചമില്ല. എത്രയെന്ന് വെച്ചിട്ടാണ് ഞാൻ മുണ്ടാണ്ടിരിക്കുന്നത്? ഇതിനൊക്കെ ഒരു പരിധിയില്ല. ഇനിയിപ്പോൾ തേങ്ങയും കൂടി ഞാൻ ചിലവിൽ തരണ്ടുള്ളൂ. എന്താണ് ഇവിടെ പ്രശ്നം? എന്താണ് ഇവിടെ എന്താ കാര്യം? ഒന്നുമില്ലമ്മ. ഓ, ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. എന്റെ വീട്ടിൽ തന്നെയല്ലേ ഇവിടെ കഷ്ടപ്പെട്ടിട്ട് കുടുംബത്തിന്റെ ചെലവുകളൊക്കെ നോക്കണത്. അതിനെ കുറിച്ച് പറഞ്ഞതാണ്. ഓ, അപ്പൊ ഞാൻ മനസ്സിൽ കണക്കൂട്ടിയേ തെറ്റിയില്ലേ? ഇത്തിരി വൈകിയതേ ഉള്ളൂ. നിന്റെ കെട്ടിയവന് എന്ന് മുതൽ ജോലിക്ക് പോയി തുടങ്ങിയത്? എന്റെ മൂത്ത മകനാണ് നിന്റെ കെട്ടിയവനെ പഠിപ്പിച്ചിട്ട് ഈ നിലയിൽ എത്തിച്ചത്. പാവം എന്റെ കുട്ടി. അവനിക്ക് ഒരുപാട് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? കുടുംബഭാരം മുഴുവൻ അവന്റെ തലയിലായി പോയില്ലേ. പാവം അവന്റെ പഠിത്തം നിർത്തി അവന്റെ താഴെയുള്ളതിനെ പഠിപ്പിച്ചു. അവള് വരുമ്പോ എത്ര സ്വർണം കൊണ്ടുവന്ന് വെച്ചിട്ടാണ്? നിന്നെക്കാളും കൂടുതൽ അവള് സ്വർണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് അവന്റെ കയ്യിലും കഴുത്തിലും എന്തെങ്കിലും ഉണ്ടാ? എന്തിനു വേണ്ടി ചെലവാക്കിയതാണ്? അവർക്ക് വേണ്ടി ചെലവാക്കിയതല്ല. നിന്റെ കെട്ടിയവന് ജോലി കാര്യത്തിന് വേണ്ടിയിട്ട് അവള് കയ്യിലും കഴുത്തിലുള്ളത് ഊരി കൊടുത്തതാണ്. ഇന്നേ വരെ നിന്റെ അതിനെപ്പറ്റി വല്ലതും സംസാരിച്ചിട്ടുണ്ട് അവള്? അതൊക്കെ മുമ്പ് നടന്ന കാര്യങ്ങളല്ലേ. അതൊക്കെ കണക്കൂട്ടിയിട്ട് ഇപ്പൊ ജീവിക്കാൻ പറ്റുമോ? എന്താ ഈ പെണ്ണിങ്ങനെ? നോക്കി, പണിന്റെ കാര്യം എന്തായി? എന്തെങ്കിലും ശരിയായ? അന്വേഷിച്ചുകൊണ്ടന്നെ ഇരിക്കുന്നുണ്ട്. കിട്ടണ്ടേ? നമ്മുടെ ഈ വീട്ടിൽ ശരിക്കും ഒരു ബാധ്യതയായില്ലേ? നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഞാൻ എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി റെഡി ആവണവരെ ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ. അതാ നല്ലത് തോന്നുന്നു. നിനക്ക് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വിഷമമോ? ഞാൻ ഇങ്ങനെയൊന്നും ആകുമെന്ന് വിചാരിച്ചില്ല. അതല്ലേ സബിന്റെ സംസാരത്തിലെ കുറെ മാറ്റങ്ങളുണ്ട്. അവള് മുമ്പത്തെ പോലെയൊന്നും അല്ല. അതുപോലെ നമ്മൾ എത്ര കാലം അവന്റെ ചെലവില് നമ്മൾ ഇങ്ങനെ ജീവിക്കും? ആ സബി പറയണത് ഞാൻ കേട്ടു. ഞാൻ ഇങ്ങനെയൊന്നും ആകുമെന്ന് വിചാരിച്ചില്ല ഒരിക്കലും. നിങ്ങൾക്കൊന്നും പിന്നെ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വന്നൂടെ? എന്റെ വാപ്പയും എന്റെ ഉമ്മയും മാത്രമേ തന്നെ ഉള്ളൂ അവിടെ. നിങ്ങൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല അവിടെ. ജോലി കിട്ടുന്നവരെ അവിടെ നിന്നൂടെ നിങ്ങൾക്ക്? നിന്റെ വാപ്പാക്കും ഉമ്മാക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവും. ഞാനും കൂടി അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നീയും കുട്ടികളാകുമ്പോൾ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അല്ലെങ്കിലും എന്താ പ്രശ്നം? നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പ്രത്യേകിച്ച് എൻ്റെ വാപ്പാക്ക് നിങ്ങൾ വരുന്നത് സന്തോഷമാണ്. അതല്ല, ഞാനും കൂടി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഉമ്മ ഇവിടെ ഉമ്മാനെ നോക്കാൻ ഇപ്പൊ ഇവിടെ ഷമീറും സബിയും ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ വരാം. ജോലി ശരിയാവണ വരെ മാത്രം എന്റെ വീട്ടിൽ നിന്നാ മതി. ശരി. എന്നാ ഞാനിന്ന് ഉമ്മാനെ കൊണ്ടുവന്ന് സംസാരിക്കട്ടെ. പറഞ്ഞു നോക്കി ഉമ്മാന്റെ അടുത്ത്. പറഞ്ഞിട്ട് വരാം.
ഉമ്മ എന്റെ ജോലിയൊക്കെ ഒന്ന് ശരിയാണവര് ഉമ്മ തൽക്കാലം അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. കുട്ടികളും അവിടെ തന്നെ സ്കൂളിൽ പഠിക്കട്ടെ. ഞാനും അവിടെ നിൽക്കാന്നാണ് തീരുമാനിക്കുന്നത്. ജോലിയൊക്കെ ശരിയായി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാം. അവളുടെ ഉമ്മയും ആർക്കും മാത്രമല്ലേ ഉള്ളൂ അവിടെ. എന്റെ മകൻ ഇവിടെ താമസിക്കുന്നതിൽ വിഷമം ഉണ്ടാവൂലേ? അത് അങ്ങനെയാ കുട്ടിയെ. നീ എത്ര കഷ്ടപ്പെട്ട് ഈ കുടുംബം നോക്കിയതാണ്. എന്നിട്ടിപ്പോ നിന്റെ ഒരു ആവശ്യം വന്നപ്പോ നിനക്ക് ആരും ഇല്ലാണ്ടായില്ലേ? ഇത്രയേ ഉള്ളൂ മകനെ ബന്ധങ്ങള്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേണം, എന്നാൽ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വിലയും നിലയും ഒക്കെ ഉണ്ടാവുള്ളൂ. എന്റെ കുട്ടിക്ക് മനസ്സമാധാനോടെ എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ ചെയ്തോളൂ. ഞാൻ എന്ത് പറയാനാണ്? ഞാൻ ഷെമീറിന്റെ അടുത്തും കൂടി ഒന്ന് പറയട്ടെ. ഷമീറെ, ഞാനേ ഉമ്മനെയും കുട്ടികളെയും കൂട്ടിയിട്ട് ഉമ്മന്റെ വീട്ടിൽ പോവുകയാണ്. തൽക്കാലം ഇപ്പൊ നിങ്ങളുടെ വരുന്നില്ല. ഒരു ജോലിയൊക്കെ ശരിയാവട്ടെ. അതുവരെ അവിടെ തന്നെ നിൽക്കാനാണ് തീരുമാനിക്കുന്നത്. അതെന്തൊക്കെ പെട്ടെന്ന് നിങ്ങളൊരു തീരുമാനം എടുക്കാൻ കാരണം? പെട്ടെന്നല്ലേ ഷമീറെ ഓരോ കാര്യങ്ങള്. അപ്പൊ കുട്ടികളുടെ സ്കൂളോ? കുട്ടികളെയൊക്കെ അവിടെ തന്നെ സ്കൂളിൽ ചേർത്താ അതെങ്ങനെയൊക്കെ ശരിയാവുക? അതാണ് അതിന്റെ ഒരു ശരി. പാവ എന്റെ കുട്ടിനെ അത്രമാത്രം വിഷമിപ്പിച്ചു നിന്റെ ഭാര്യ. എന്താ ഉണ്ടായത്? എന്താ ഉണ്ടായതെന്ന് എനിക്കറിയില്ല. അപ്പോ അറിയാത്തോണ്ടല്ലോ ചോദിക്കണു, ഒന്ന് പറയേ. ഞാൻ പോയി സംസാരിക്കട്ടെ. നോക്കിയെന്നേ, നിങ്ങളുടെ ഇക്കാക്കയും ഭാര്യയും ഇവിടെ നിന്ന് കെട്ടും കെട്ടി പോകാൻ പോവാണ്. ശല്യങ്ങൾ എത്രയെന്ന് വെച്ചിട്ടാണ് ഞാൻ മിണ്ടാണ്ടിക്കുക. എന്നെ കൊണ്ട് പണിയും കൂടി ചെയ്യിപ്പിക്കുകയാണ് നിങ്ങളുടെ ഇത്താത്ത. ഞാൻ കണക്കിന് അങ്ങോട്ട് പറഞ്ഞു. എന്താ പിന്നെ സാമർത്ഥ്യം? എന്തിനാ കേടാണ്ടി നിനക്ക് എന്തിനു കുറവാണ് ഇവിടെ? എന്റെ ഇക്കാക്ക ഉള്ളത് കൊണ്ടാണ്ടി ഞാൻ ഈ നിലയിലെത്തിയത്. എനിക്കറിയോ അത്? എന്റെ ഇക്കാക്ക പഠിക്കാനും കൂടി പോകാണ്ടാണ് എന്നെ പഠിപ്പിച്ചത് ഇത്രയാക്കിയത്. നീ നിന്റെ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് വന്ന സ്വഭാവത്തിനേക്കാളും കൂടുതലേ ഇക്കാക്കാര് ഭാര്യ ഈ വീട്ടിൽ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ കണക്ക് നീ ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഈ വീട്ടില് നീ വന്ന് കേറിയില്ല. അപ്പോഴേക്കും കണക്ക് പറഞ്ഞിട്ട് കുടുംബം പിരിപ്പിക്കാൻ നോക്കാണ്. മര്യാദയ്ക്ക് സന്തോഷത്തോടുകൂടി ഇവിടെ ജീവിക്കാൻ പറ്റണമെങ്കിൽ മാത്രം നീ ഇവിടെ നിന്നാൽ മതി. അങ്ങനെ ഒരു ഭാര്യ മതി എനിക്ക്. നിന്നെ പോലെ കണക്കുകൾ അവരും കൂടി പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലേ നീ ഞാനും ഇവിടെ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. ഈ വീടിന് വേണ്ടി അത്രയ്ക്കും കഷ്ടപ്പെട്ടിട്ടുണ്ട്. പെങ്ങളിനെ കെട്ടിക്കൊടുത്തു. ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് എൻ്റെ കാക്ക ചെയ്തിരിക്കുന്നത്. എന്നെ പഠിപ്പിച്ച് ഇത്രയാക്കി. ആ ഇത്താത്താൻ്റെ സ്വർണം കൊണ്ടാണ് എനിക്ക് ജോലി അടക്കമായിട്ട് ഞാൻ ഇന്ന് അവന് നോക്കുന്നത്. എൻ്റെ കടമയാണ് ഞാൻ അവന് നോക്കുന്നത്. എന്റെ വിവരമില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ അവനെ കൊണ്ട് പറയാ പോകണ്ടാന്ന്. പോയി പറ, എന്താണെങ്കിലും പോയി പറ. പാവങ്ങൾ അവരെവിടേക്ക് പോകാനാണ്? കുടുംബം നോക്കുന്ന ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഉണ്ടാവും. കുടുംബം നോക്കുന്നതൊക്കെ ശരി തന്നെ. ലാസ്റ്റ് നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാണ്ടാകുമ്പോഴൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, കറിവേപ്പില മാതിരി മറ്റുള്ളവർ നമ്മളെ കളയുന്ന ഒരു സിറ്റുവേഷൻ. അത് ഉണ്ടാവാണ്ട് നോക്കണം. എത്രത്തോളം കുടുംബം നോക്കുന്നു അത്രത്തോളം നമ്മൾ നമ്മുടെ ഭാവിയും കൂടി ഒന്ന് സേഫാക്കി വെക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാതെ കുടുംബത്തിന് വേണ്ടിയിട്ട് രാവുമില്ല പകലും ഇല്ലാണ്ട് അധ്വാനിച്ച് എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് കുടുംബത്തിലേക്ക് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ഇതുപോലെ ചിലപ്പോൾ പെരുവഴിയിലേക്ക് ഇറങ്ങി പോകേണ്ടി വരും. കൂടുതലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുന്നത് പ്രവാസികൾക്കാണ് കേട്ടോ. അവർ അവിടെ പാവങ്ങൾ ഒരു റൂമിലായിരിക്കും 4-5 ആൾക്കാരും കൂടിയിട്ട് താമസിച്ചിട്ട് ഭക്ഷണമില്ലാണ്ടും ഉറക്കമില്ലാണ്ടും ഒക്കെ അധ്വാനിച്ചിട്ട് ആ പൈസ നാട്ടിലേക്ക് അയച്ചു കൊടുക്കും. നാട്ടിലാണെങ്കിലോ സുഖമായിട്ട് മീനും ഇറച്ചിയും അങ്ങനെയൊക്കെ വാരി വലിച്ച് തിന്നിട്ടും അങ്ങനെ എൻജോയബിളായിട്ട് അവർ സുഖമായിട്ട് ജീവിക്കും. കഷ്ടപ്പെടുന്നതോ അവരും. പെങ്ങന്മാരിനെ കെട്ടിക്കൊടുക്കണം, വീട് പുതുക്കണം, ഇനി വീടില്ലാത്തവരാണെങ്കിൽ വീട് വെക്കണം. അത്രയും കഷ്ടപ്പെട്ടിട്ടെല്ലാം ചെയ്തിട്ട് വന്നു കഴിഞ്ഞാലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ചോദിക്കും എപ്പോഴാണ് പോകണമെന്ന്. കാരണം പോയിട്ട് വേണേൽ വീണ്ടും ഇവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടേ. ഒരു മെഷീനാണല്ലോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.